നെടുമങ്ങാട് ഇരിഞ്ചേത് വിനോദയാത്രാ സംഘത്തിന്റെ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞുണ്ടായ അപകടത്തിന് കാരണം അമിത വേഗമെന്ന് ദൃക്സാക്ഷികൾ. അപകടത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 60 വയസ്സുള്ള ദാസിനിയാണ് മരിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 49 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. കാട്ടാക്കട പെരുങ്കടവേളയിൽ നിന്നും മൂന്നാറിലേക്ക് ടൂർ പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. ഒരു ലോറിയെ മറികടക്കുന്നതിനിടെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നാണ് അപകട സമയത്ത് അടുത്തുണ്ടായിരുന്നവർ പറഞ്ഞത്. വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ വളവ് തിരിഞ്ഞ ശേഷം ബസ് മറിയുകയായിരുന്നു. അതുവരെ റോഡിലൂടെ തെന്നി നീങ്ങുകയായിരുന്നുവെന്നും ബഹളം കെട്ടാണ് നോക്കിയതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടം നടന്ന ഉടനെ തന്നെ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയിരുന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ആളുകളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു പ്രദേശത്ത് നിന്നുള്ള നിരവധി ആളുകളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ 27 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തിൽ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസാണ് കസ്റ്റഡിയിലുള്ളത്. അപകടശേഷം സംഭവ സ്ഥലത്ത് നിന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളുടെ കണ്ണിന്റെ പുരുകത്തിൽ ചെറിയ പരിക്കുണ്ട്. കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു. തുടർന്ന് വിവരമറിഞ്ഞ നെടുമങ്ങാട് പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പെരുങ്കടവിള, കീഴാറൂർ, കാവല്ലൂർ പ്രദേശത്തു നിന്നുള്ള ബന്ധുക്കളും നാട്ടുകാരുമായിട്ടുള്ള ആളുകളാണ് വിനോദയാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. അതിൽ കൂടുതലും കാവല്ലൂർ പ്രദേശത്തെ ആളുകളാണ്. മരിച്ച ദാസിനിയും കാവല്ലൂർ സ്വദേശിനിയാണ്. മൂന്നാറിലേക്ക് യാത്ര പോയതായിരുന്നു ഇവർ. യാത്ര ആരംഭിച്ച് കുറച്ച് സമയത്തിന് ശേഷം തന്നെ അപകടം സംഭവിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട 49 പേരെയും പുറത്തെത്തിച്ചു. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ 17 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും ബസ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി. ബസ്സിനടിയിൽ ആരും അകപ്പെട്ടിട്ടില്ല എന്നാണ് അപകടത്തെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 7 കുട്ടികളെ SIT ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരിച്ച ദാസിനിയുടെ ഇളയ മകനും ഭാര്യയും പേരക്കുട്ടികളും മൂത്ത മകന്റെ ഭാര്യയും ബസ്സിലുണ്ടായിരുന്നു. വേഗം തന്നെയാണ് അപകട കാരണമെന്ന് യാത്രക്കാരും പറയുന്നുണ്ട്. പരിക്കേറ്റവർക്ക് എല്ലാവിധ ചികിത്സയും നൽകുമെന്ന് സംഭവ സ്ഥലത്തെത്തിയ മന്ത്രി GR അനിലും വ്യക്തമാക്കി.